ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരുപാട് ആളുകൾ വാട്സപ്പിലും അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്നലെ മുതൽ വാട്സപ്പിനകത്ത് വോയിസുകളും അതുപോലെ ഫോട്ടോ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ പല ആളുകൾക്കും വാട്സപ്പിലെ വോയിസുകളും അതുപോലെ തന്നെ ഫോട്ടോ വീഡിയോകളും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. കുറച്ച് ആളുകൾക്ക് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് നേരം വെളുത്തതോടുകൂടി ഒരുപാട് പേർക്ക് വാട്സപ്പിനകത്ത് വോയിസുകളൊന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. നമുക്ക് അങ്ങോട്ട് വോയിസ് അയക്കുന്നതോട് തടസ്സമില്ല, അത് നമുക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷേ സുഹൃത്തുക്കളോ മറ്റോ ആരെങ്കിലും നമുക്ക് അയക്കുന്ന ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഡൗൺലോഡ് ചെയ്യാനോ അത് കാണാനോ സാധിക്കുന്നില്ല. അതുപോലെ വാട്സപ്പിലെ വോയിസ് മെസ്സേജുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കേൾക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നം ഇന്നലെ രാത്രി മുതൽ പല ആളുകൾ പറയുന്നുണ്ടെങ്കിലും ഇന്ന് രാവിലത്തോടു കൂടി അധികം ആളുകൾക്ക് ആ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. ഈ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് രാവിലെ ഏകദേശം ഒരു 11 മണിയോട് കൂടി പ്ലേ സ്റ്റോറിനകത്ത് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് വാട്സപ്പിൻ്റെ. അതായത് വാട്സപ്പിൽ വന്ന അപ്ഡേറ്റിലെ ചെറിയൊരു ബഗ്ഗാണ്. ഈ ഒരു ബഗ് വാട്സപ്പിനെ ഒരുപാട് പേര് അറിയിക്കുകയും വാട്സപ്പ് ഉടൻ തന്നെ ഇന്ന് രാവിലത്തോടു കൂടി പുതിയൊരു അപ്ഡേറ്റ് പ്ലേ സ്റ്റോറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലേ സ്റ്റോറിലുള്ള അപ്ഡേറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ വാട്സപ്പിനകത്തുള്ള ഫോട്ടോ വീഡിയോ ഓഡിയോ ഒക്കെ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആകും. നേരത്തെ അയച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാത്തതൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആകും. മാത്രമല്ല നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ, വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും. ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് വന്നാൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ മൊബൈൽ ഡാറ്റയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനകത്ത് നിന്ന് വോയിസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓഡിയോ, ഫോട്ടോസും വീഡിയോസും ഡോക്യുമെൻറ്റും ഇതുപോലെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി വൈഫൈ ഉപയോഗിക്കുന്നവരാണെങ്കിലും അതുപോലെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇത് തൽക്കാലത്തേക്ക് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്യുന്നതോട് കൂടി തന്നെ നിങ്ങളുടെ എല്ലാ ഫയലുകളും ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആകും. നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. വാട്സപ്പിൻ്റെ പുതിയൊരു ബഗ്ഗാണ്. അത് വാട്സപ്പിൻ്റെ ഭാഗത്ത് നിന്ന് പരിഹരിച്ചിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ അതിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ പോകാൻ നിങ്ങളുടെ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.